ഹേ ഗായ്സ്, അപ്പം നമുക്കിത് ഈ ഫോട്ടോയിൽ കാണുന്നൊരു റിക്രിയേഷൻ വീഡിയോ ചെയ്താലോ? അപ്പോൾ ഞാൻ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ മാച്ച് ആവുന്ന രീതിയിൽ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് മേക്ക് ഓവറിലോട്ട് പോവാം. അപ്പം ഇത് എനിക്ക് കണ്ടിട്ട് ഒരു ഗ്ലോയി ലുക്കായിട്ടാണ് തോന്നുന്നത്. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു സ്ട്രോബ് ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട്. മേക്കപ്പൊക്കെ ഇട്ട് തുടങ്ങുന്നതിന് മുന്നേ സ്ട്രോബ് ക്രീം നമ്മുടെ ടീ സോണിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഉള്ളിൽ നിന്നൊരു ഗ്ലോ കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്യും. അതിനുശേഷം ഞാനൊരു നമ്മുടെ ഫേസ് ടിൻ്റാണ് അപ്ലൈ ചെയ്യുന്നത്. ഫൗണ്ടേഷൻ നല്ലൊരു ഫേസ് ടിൻ്റാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഫേസ് ടിൻ്റ് ഇടുമ്പോഴത്തേക്ക് നല്ലൊരു ഗ്ലോ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഞാനൊരു ഫേസ് ടിൻ്റ് എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ കണ്ണിൻ്റെ അടിയിലും മൂക്കിൻ്റെ അടുത്തൊക്കെ കുറച്ചൊന്ന് കോമ്പാക്റ്റ് വെച്ചൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു എണ്ണമയൊക്കെ കൂടുതലായിട്ട് കാണുന്ന സ്ഥലമാണല്ലോ, അപ്പോൾ അവിടേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു കോമ്പാക്റ്റ് പൗഡർ വെച്ചിട്ട്. അതിന് ശേഷം ഞാൻ ഐബ്രോസ് ഏകദേശം ആ രീതിയിലേക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഐബ്രോ പെൻസിൽ ഉപയോഗിക്കുന്നതിൽ നല്ലത് എനിക്ക് തോന്നി പൗഡർ ഉപയോഗിക്കുന്നതായിരിക്കുന്നു. അങ്ങനെയാണ് ഞാനൊരു ഐബ്രോ പൗഡർ വെച്ചിട്ടാണ് ഐബ്രോസ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് ഇപ്പോൾ സ്പൂളി ബ്രഷ് വെച്ചിട്ടൊന്ന് കോംപ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയട്ടെ, ഇതൊരു റിക്രിയേഷൻ വീഡിയോ മാത്രമാണ്. ഞാൻ പുള്ളിക്കാരിയെ പോലെ ഇരിക്കുന്നു ഒരിക്കലും പറയത്തില്ല. ഞാൻ എപ്പോഴും റിക്രിയേഷൻ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് എല്ലായിടത്തും പറയുന്നതാണ് ജസ്റ്റ് ഒരു റിക്രിയേഷൻ മാത്രമാണ്. ഓക്കെ, അപ്പോൾ അതിന് ശേഷം ഞാൻ ഐസ് ചെയ്യാണ്. ഐ ലുക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര നോർമലൊരു ലുക്കാണ് ചെയ്തേക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഷാഡോ വെച്ചിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ടൊന്ന് ഷാഡോ പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ 2 കോട്ട് മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫേസൊക്കെ ഞാനൊന്ന് കോണ്ടൂർ ചെയ്യുന്നുണ്ട്. ഒരു ബ്ലഷ്ഡ് ലുക്കായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ ബ്ലഷൊന്നും ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. പിന്നെ അതിന് ശേഷം ഒരു ഓറഞ്ച് ന്യൂഡ് കൈൻഡ് ഓഫ് ഷെയ്ഡ് ലിപ്സ് കൊടുത്തു. അതിനുശേഷം നല്ലൊരു മാല എന്ന് പറയുന്നത് മറ്റേ ലെയർ ചെയിൻ ആയിരുന്നു. അപ്പം ഞാൻ അതും ഇട്ട് കൊടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ ലുക്ക് എന്ന് പറയുന്നത്. ഈ ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ആ ലുക്കൊന്ന് റിക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അടുത്തൊരു വീഡിയോയിലോട്ട് കാണുന്നവരെ ബൈ ഗൈസ്.